എല്ലാവരും എനിക്ക് തന്ന ഭാഗ്യമാണ് ഈ ഗുരുനാഥന്മാരുടെ സമക്ഷത്തിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ. ഇപ്പം ഞാൻ പറയുന്നു, രാജീവ് പറഞ്ഞ വാക്ക് എന്തൊക്കെയോ ചില സമ്പ്രദായം ഉണ്ട്, അത്രയും ഞാൻ പറയുള്ളൂ. സന്തോഷം. അടുത്തതായി സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുന്നതിനായി ശ്രീ കലാമണ്ഡലം മനോജ് അവർകളെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ പി കെ കൃഷ്ണനുണ്ണിരാജ അവർകൾ, ശ്രീ ബി കെ ഹരിനാരായണൻ അവർകൾ, ശ്രീമതി രേണുക വർമ്മ എന്നിവരെയും ക്ഷണിച്ചുകൊള്ളു. എന്നോട് ഇന്നിപ്പോൾ നമ്മുടെ തോടയത്തിൻ്റെ സെക്രട്ടറി ശ്രീജിത്ത് മേനോൻ ചോദിച്ച്, എന്താ മനോട്ടെ ഈ കലയാമി എന്നുള്ളത്? ഇത് തന്നെയാണ് കലയാമി. നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാവരും കണ്ട നമുക്കുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ നമസ്കരിക്കുകയാണ്. ഓരോ സമയത്ത് നിങ്ങളത് പറയും, ഞാനും നിങ്ങളെ നമസ്കരിക്കാതാ, ഞാൻ നമസ്കരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആദ്യമായി ഉപഹാരം ഏറ്റുവാങ്ങിയത് ശ്രീ പി കെ കൃഷ്ണനുണ്ണിരാജ അവർകൾ. അടുത്തതായി സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ബി കെ ഹരിനാരായണൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കലയാമിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി രേണുക രവിവർമ്മ അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ പീശപ്പള്ളി രാജീവൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി കലയാമിയിൽ കഥകളി അഭ്യസിച്ച ശിഷ്യരുടെ പ്രകടനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അരങ്ങേറ്റവും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്.